ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ഇന്ന് നിർണായകമാണ്. കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. കാരവാനിലെ തെളിവെടുപ്പിനും വിശദമായ ചോദ്യം ചെയ്യലിനുമായി 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. ആദിൽ പാലോട് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. അതിൽ ഇന്ന് രഞ്ജിത്തിന് നിർണായകമാണ്. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാനാണ് സാധ്യത. കാരവാൻ കണ്ടെത്തിയോ? കാരവാൻ കണ്ടെത്താതെ എവിടെ കൊണ്ട് തെളിവെടുക്കും? കുമാർ, നിർണായകമാണ് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം. നേരത്തെ തന്നെ ജാമ്യാപേക്ഷ നൽകിയിരുന്നതാണ്. പക്ഷേ ജാമ്യാപേക്ഷ അന്ന് പരിഗണിച്ചില്ല, പകരം മാറ്റിവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസം ജയിലിൽ തുടരേണ്ട സാഹചര്യമുണ്ടായി രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം. യുവനടിയുടെ പരാതിയിലെ ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ ഇന്ന് പരിഗണിക്കും. അങ്ങനെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ കാരവനിലെത്തിച്ച് തെളിവെടുപ്പിനുള്ള നീക്കമാണ് നടത്തുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി വേണം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. ഇതിനൊപ്പം ഈ രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന് കരുതുന്ന തൊടുപുഴ മുട്ടത്ത് നിന്ന് പിടികൂടുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന നടൻ ബോബി കുര്യനെയും അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യലുണ്ടാകും. ഒപ്പം ആ സമയം സെറ്റിലുണ്ടായിരുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളും ആരംഭിച്ചതായി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് വിവരം ലഭിക്കുകയാണ്. ഏതായാലും ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നു. നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രഞ്ജിത്തിന് ജയിലിൽ തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ്. അതിൽ പാലോടാണ് നമുക്കിപ്പം ചേർന്നത്. അപ്പൊ രഞ്ജിത്തിന് ഇന്ന് നിർണായകമാണ്. നല്ല കാര്യമുണ്ടായിരുന്നു. സിനിമ സംവിധാനമൊക്കെ ചെയ്ത് തിരിച്ച് 2 കേസിൽ നിന്ന് തലമുടി നാലിലേക്ക് രക്ഷപ്പെട്ടതാണ്. ഒന്ന് ബാംഗ്ലൂർ കേസ്, ഒന്ന് കല്ലാട നടി കൊടുത്ത പരാതിയിൽ. അപ്പൊ എന്തായാലും അതിൽ നിന്ന് കാലാവധി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ വന്ന് കുടുങ്ങിയിരിക്കുന്നു. അതും സ്വന്തം സിനിമയിലെ യുവനടിയോടാണ് മോശമായി പെരുമാറുന്നത്. അതിന് നമുക്ക് ആശങ്ക ഉണ്ടാക്കിയത് ആ ICC-യിൽ ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കേണ്ട അഭിഭാഷകൻ ഈ രഞ്ജിത്തിന്റെ വക്കീലായിട്ട് വന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ശുദ്ധ ഉടായിപ്പാണെന്ന് പണ്ടേ നമ്മൾ പറഞ്ഞില്ല. സിനിമാ സെറ്റിൽ സംഭവിക്കുമ്പോൾ ICC വന്നാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും കാര്യങ്ങൾ അത്ര പന്തിയല്ലാതെ പ്രേക്ഷകർക്ക് ബോധ്യമായല്ലോ.